അനീഷ് മൈൻഡ് ഗെയിം കളിച്ച് തകർത്തിട്ടുണ്ട്. ബിഗ് ബോസ് ചലഞ്ചിനായി ധൈര്യമുള്ള 3 പേരെ തിരഞ്ഞെടുക്കാൻ പറയുന്നുണ്ട്. വീട്ടുകാർ എല്ലാവരും കൂടി ചേർന്ന് അനീഷിനെയും ആര്യനെയും ജിസേലിനെയും തിരഞ്ഞെടുക്കുന്നു. ഇവർ ആക്ടിവിറ്റി ഏരിയയിൽ എത്തുന്നു. ഓരോ ബോഡിയത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് ഓരോരുത്തർ കയറി നിൽക്കുന്നുണ്ട്. അനീഷ് ആദ്യം തന്നെ എടുത്ത് വായിക്കുന്നത്, ഇപ്പോൾ മുതൽ നിങ്ങൾ സീസൺ അവസാനിക്കുന്നത് വരെ സംസാരിക്കാൻ പാടില്ല എന്നാണ് അനീഷ് വായിച്ചത്. ആ സെക്കൻഡ് മുതൽ അനീഷ് മിണ്ടാതിരിക്കുകയാണ്. അടുത്തതായി ആര്യൻ വായിക്കാൻ തുടങ്ങുമ്പോൾ ബിഗ് ബോസ് അനീഷിനോട് പറയുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യാൻ പറയുന്നുണ്ട്. അനീഷ് ഒന്നും മിണ്ടിയില്ല. 3 തവണ ബിഗ് ബോസ് പറഞ്ഞിട്ടും അനീഷ് ഒന്നും തന്നെ മിണ്ടിയില്ല. അതായത് നിങ്ങൾക്ക് ചർച്ച ചെയ്ത് തീരുമാനിക്കാം, എന്നിട്ട് ടാസ്ക് തുടങ്ങിയിട്ടില്ല എന്നും പറയുന്നുണ്ട്. അനീഷ് അത് കേട്ടിട്ട് ഒന്നും മിണ്ടിയില്ല. ഉടനെ തന്നെ അപ്പാനി വന്ന് ആര്യന് വേണ്ടി അത് വായിച്ചു കൊടുക്കുന്നുണ്ട്. ജിസേലും വായിക്കുന്നുണ്ട്. ആര്യന് കിട്ടിയത് ജ്യൂസാണ്. ജിസേലിനെ തല മൊട്ടയടിക്കാനായിട്ടാണ് കിട്ടിയത്. ഇവർ 3 പേരും കൂടി ഡിസ്കസ് ചെയ്തിട്ട് ഇതിലേത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. പക്ഷേ അനീഷ് ആദ്യം കിട്ടിയത് തന്നെ ചെയ്യാമെന്ന് തീരുമാനിക്കുകയാണ്. അനീഷ് അത് വായിച്ചത് മുതൽ സൈലൻ്റാണ്. ഇതുവരെ ഒന്നും മിണ്ടിയിട്ടില്ല. ആര്യൻ്റെയും ജിസേലിൻ്റെയും അടുത്ത് വേറെ ചോയ്സ് ഇല്ല. അവർ തമ്മിൽ ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കുക എന്നത് മാത്രമേ ഉള്ളൂ. ഇതിൽ ഏറ്റവും വലിയ ചലഞ്ചാണ് അനീഷ് ഏറ്റെടുത്തിട്ടുള്ളത്. ഈ സീസൺ തീരുന്നത് വരെ ഒരക്ഷരം പോലും മിണ്ടാൻ പാടില്ല എന്നതാണ്. ഇവർ തല മൊട്ടയടിക്കുന്നത് അനീഷിൻ്റെ തലയിലാക്കാൻ നോക്കി. പക്ഷേ അനീഷ് ഒരക്ഷരം പോലും മിണ്ടിയില്ല. പിന്നീട് വലിയ വഴക്കൊക്കെ ഉണ്ടായി. ബാക്കിയുള്ള കണ്ടസ്റ്റൻറ്റിനോടടുത്ത് ചർച്ച ചെയ്യാനൊക്കെ ബിഗ് ബോസ് പറയുന്നുണ്ട്. വലിയ വഴക്കായി എല്ലാവരും കൂടെ. ആര്യൻ തല മൊട്ടയടിക്കുന്ന കാര്യത്തിൽ തയ്യാറേ അല്ല. അതിനിടയിൽ റിലീജിയൻ്റെ കാര്യമൊക്കെ ആര്യൻ പറയുന്നുണ്ട്. ആര്യനും ജിസേലും ഒരു തരത്തിലും വില്ലിങ് ആകുന്നില്ല. ഇതെല്ലാം കഴിഞ്ഞ് ടാസ്ക് റദ്ദാക്കപ്പെട്ടതിന് ശേഷമാണ് അനീഷ് വാ തുറന്നത്. ശേഷം എല്ലാവരും കൂടെ അനീഷിനോട് വഴക്കിടുന്നുണ്ട്. ആര്യനും ജിസേലും ഫ്രണ്ട്സ് അല്ലേ, അവർക്ക് ഡിസ്കസ് ചെയ്ത് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. അവസാനം അനീഷ് പറയുന്നുണ്ട്, നേരത്തെ ബിഗ് ബോസ് ഫാമിലി വീക്ക് എന്ന് പറഞ്ഞ് പറ്റിച്ചു, അപ്പോൾ ഇത്തവണയും ബിഗ് ബോസ് പറ്റിച്ചതായിക്കൂടെ? എങ്ങനെ വിശ്വസിക്കാൻ പറ്റും ബിഗ് ബോസിനെ? ഏത് രീതിയിലും പണി തരാം. അതുകൊണ്ട് തന്നെ ഞാൻ ടാസ്ക് ലെറ്റർ വായിച്ച നിമിഷം മുതൽ ഞാൻ മിണ്ടാതെ നിന്നു. ഞാൻ സംസാരിക്കുകയാണെങ്കിൽ ആ സമയത്ത് ചിലപ്പോൾ ബിഗ് ബോസ് പറയും, നിങ്ങൾ ടാസ്ക് ഫെയിലായി, കാരണം ഇപ്പോൾ മുതൽ എന്ന് ലെറ്ററിലുണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.